Hello dear students and parents, welcome back to Test Europe EduNet and PMTV Study in Europe. I am Dr. Titi Varghese, official educational consultant for Indian students to study in Lithuanian public and private universities. I would like to inform you that the application for study at various universities in Lithuania for 2026 September intake is already going on, and the application deadline is May 1 and June 1 for various universities. This video is going to be in Malayalam language. ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്, നിങ്ങൾ +2 എക്സാം കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സ് പഠിക്കാനായിട്ട് യൂറോപ്പിൽ പഠിക്കാനായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ട്യൂഷൻ ഫീസും അഫോർഡബിൾ ആയിട്ടുള്ള ലിവിങ് കോസ്റ്റിലും പിന്നെ വിവിധ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റികളും ലഭിക്കുന്ന ഒരു കൺട്രിയിലേക്ക് പഠിക്കുവാനായിട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലിത്വേനിയ എന്ന് പറയുന്ന നദേൺ യൂറോപ്യൻ യൂണിയൻ കൺട്രി ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്കോപ്പ് ഫോർ ഓൾ ഓഫ് യു ഗൈസ്. ബിക്കോസ് ഞാൻ അവിടെ കുറേ വർഷങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. അവിടുത്തെ PR ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് A to Z എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് പഠിക്കാനാണെങ്കിൽ ലിത്വേനിയ യൂണിവേഴ്സിറ്റീസ്, ഫോർ എക്സാമ്പിൾ നമുക്ക് വിൽനിയസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ക്ലൈപ്പേദ യൂണിവേഴ്സിറ്റി ഉണ്ട്, വിറ്റോഡസ് മാഗ്നസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, LSMU ഉണ്ട്, SMK ഉണ്ട്, കവനോ കൊളീഗിയ ഉണ്ട്, വിൽനിയസ് കൊളീഗിയ ഉണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. ഇവിടുത്തെയൊക്കെ ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ എന്ന് പറയുന്നത് മെയ് ജൂൺ മാസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡിലേ ഇല്ലാതെ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. +2 തലത്തിൽ നിങ്ങൾക്ക് മിനിമം ഒരു 62% മാർക്കൊക്കെ, 62-63% മാർക്കും നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസിയും റിയൽ മോട്ടിവേഷനും പഠിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം, അല്ലാതെ മൈഗ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ആവരുത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സിന് കൊടുക്കാം. മാസ്റ്റേഴ്സ് പഠിക്കാനാണെങ്കിൽ ബാച്ചിലേഴ്സിൽ നിങ്ങൾക്ക് 4 വർഷത്തെ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതാണ് മിക്ക യൂണിവേഴ്സിറ്റികളുടെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഒരു 65% മാർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് ഉണ്ടായിരിക്കണം. ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. ലാംഗ്വേജ് പ്രൊഫഷൻസി എന്ന് പറയുമ്പോൾ മെയിൻലി യൂണിവേഴ്സിറ്റീസ് IELTS, TOEFL അല്ലെങ്കിൽ ഡുവോലിംഗോ ഒക്കെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡുവോലിംഗോയാണ് മിക്ക എൻ്റെ സ്റ്റുഡൻസും എപ്പോഴും പഠിക്കുന്നതും പാസ്സാവുന്നതും. അത്യാവശ്യം എളുപ്പമുള്ള ഒരു രീതിയും കൂടെയാണത്. അതുകൂടാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, യൂണിവേഴ്സിറ്റി ആയിട്ട് മോട്ടിവേഷൻ ഇൻ്റർവ്യൂ എല്ലാ സ്റ്റുഡൻസിനും കമ്പൽസറിയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഇൻ്റർവ്യൂവും കമ്പൽസറിയാണ്. അപ്പോൾ ഒരു വർഷത്തെ TRP സ്റ്റേ ബാക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പോകുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് 2 വർഷത്തെ TRP ആണ്, ടെമ്പററി റെസിഡൻസ് പെർമിറ്റ്. അപ്പോൾ ഈ TRP സിസ്റ്റം ഇന്ത്യയിൽ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം വേൾഡ് വൈഡിൽ നിന്ന് പോലും ഫസ്റ്റ് അപ്ലൈ ചെയ്ത് പോയത് TRP ത്രൂ അപ്ലൈ ചെയ്ത് അവിടെ എത്തിയത് എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു, ഇന്ത്യയിൽ നിന്നുള്ള എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. കാര്യം ഞാൻ അവിടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള എല്ലാ പ്രൊസീജിയറും നമുക്കറിയാമായിരുന്നു. അതിന് ശേഷമാണ് ബാക്കി ഏജൻസീസൊക്കെ അത് പല ആളുകൾക്ക് ഞാൻ ട്രെയിനിങ് ഒക്കെ കൊടുത്തു. അങ്ങനെ അവരത് ചെയ്തു പോയി. അപ്പോൾ നിങ്ങൾക്ക് TRP എന്ന് പറയുന്നത് വളരെ ലഘുവായിട്ട് എടുക്കേണ്ട ഒരു മാറ്ററല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. മിക്ക ആളുകളും തേർഡ് പാർട്ടി ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക. ലിത്വേനിയയിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് അവരറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിജക്ഷനൊക്കെ വരും. ഇത് നിങ്ങളുടെ നാട്ടിലിരിക്കുന്ന ഏജൻസീസ് ഒന്നും പറഞ്ഞു തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തേർഡ് പാർട്ടി ഇല്ലാതെ വേണം മസ്റ്റായിട്ടും ലിത്വേനിയയിലേക്ക് ട്രൈ ചെയ്യാനായിട്ട്. അല്ലാതെ അതൊരു എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് സിനേറിയോ ആണ്. അപ്പോൾ അത് സ്റ്റുഡൻസും പേരൻസും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഇരിക്കുന്നവരത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. കാര്യം അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ എന്നുള്ള ഒരു പ്രാധാന്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റ് കാര്യങ്ങളും വർക്ക് എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിലവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2026 സെപ്റ്റംബർ 1 ക്ലാസ് തുടങ്ങും. നിങ്ങൾ ഇപ്പം തന്നെ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റ് സമയത്ത് അവിടെ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. കാര്യം ഈ TRP സ്റ്റേജ് എന്ന് പറയുന്നത് മിനിമം ഒരു 3 to 4-5 months ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അത് കിട്ടിയിട്ട് വേണം നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാനായിട്ട്. ഒരു മാസം ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ഒരു 35,000 രൂപയൊക്കെയാണ് നമ്മുടെ ലിവിങ് കോസ്റ്റും. നിങ്ങൾ താമസിക്കുന്നത് ഹോസ്റ്റലിൻ്റെ അകത്ത്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണെങ്കിലും പിന്നെ അത്യാവശ്യം തനിയെ കുക്ക് ചെയ്തൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 35,000-37,000 രൂപയ്ക്കൊക്കെ നിങ്ങളുടെ ഒരു മാസം ലിവിങ് കോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി അത് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അതിൻ്റെ 3-4 ഇരട്ടി സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേരൻസും ഈ ഒരു കാര്യത്തിലേക്ക് തീർച്ചയായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്റ്റുഡൻസിനെ സംബന്ധിച്ച് 50% ബസ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ഡിസ്കൗണ്ട്സ് എല്ലായിടത്തും ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. പാർട്ട് ടൈം കേസ് ഞാൻ ഒരിക്കലും പ്രൊമോഷൻ ചെയ്യുന്നില്ല, പക്ഷേ അതിൻ്റെ ലീഗൽ വശം എന്താണ് എന്നുള്ളത് പറയാം. 40 മണിക്കൂർ കുട്ടികൾക്ക് പാർട്ട് ടൈം വർക്ക് പെർ വീക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.
അതിലും എന്തോ ഒരു റെഗുലേഷൻ ചേഞ്ച് വരാൻ സാധ്യതയുള്ളതായിട്ടൊരു റൂമറുണ്ട്. പക്ഷേ അത് ഇതുവരെ നമുക്ക് കൺഫേം അല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഡീറ്റെയിൽസ് അറിയുന്ന അനുസരിച്ച് ഞാൻ സ്റ്റുഡൻസിനെ ഇൻഫോം ചെയ്യുന്നതാണ്. നിലവിലിപ്പോൾ ഓൾറെഡി ഒരുപാട് കുട്ടികൾ ആപ്ലിക്കേഷൻസ് പല യൂണിവേഴ്സിറ്റീസിലേക്ക് കൊടുത്തേക്കുന്നു. അതിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, അഡ്മിഷൻ കിട്ടി. ചില കുട്ടികൾ TRP സ്റ്റേജിലേക്ക് കയറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് +2 എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികളും ബാച്ചിലേഴ്സിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികളും നിങ്ങളിനി സമയം കളയരുത്. എത്രയും പെട്ടെന്ന് തന്നെ താഴെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. വൺസ് അഗെയിൻ ഞാൻ ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് ആണ്. എല്ലാ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. യൂണിവേഴ്സിറ്റി സ്റ്റാഫും ഞാനും തമ്മിലുള്ള ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കാണുക. സ്കോളർഷിപ്പിനെ പറ്റിയും TRPനെ പറ്റിയും സ്റ്റഡി അവേഴ്സിനെ പറ്റിയും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ തന്നെയും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് 2 ചാനൽസ് ഉണ്ട്. ഒന്ന് PMTV സ്റ്റഡി ഇൻ യൂറോപ്പ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിലും ടെസ് യൂറോപ്പ് എഡ്യൂനെറ്റിലും നിങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂസും കാണാം. സോ പ്ലീസ് ഫോളോ ഇറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ദെൻ യു വിൽ ബി ഏബിൾ ടു നോ മോർ ഡീറ്റെയിൽസ്. ഓക്കെ, സോ സമയം കളയാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ താഴെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. താങ്ക് യു.